Hello dear friends, Geethikas Kitchen like എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡിഷ് പനീർ എഗ് മസാലയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു പാന് നമുക്ക് ചൂടാക്കാം. അപ്പോൾ ഇവിടെ ഒരു അലുമിനിയം പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു സവാള സ്ലൈസ് ചെയ്തത്, ഒരു പച്ചമുളക് കീറിയിടാം, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഇത് ഇത്ര ഇട്ടതിന് ശേഷം കുറച്ച് നേരത്തേക്ക് ഇതിനെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് 3 പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി സവാള ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. സോ ഇത് ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ കോരി മാറ്റി തണുക്കാൻ വയ്ക്കാം. മസാല എല്ലാം കോരി മാറ്റിയ ശേഷം അതേ പാനിൽ തന്നെ നമുക്കൊരു 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 സവാള കഷ്ണങ്ങളാക്കിയത് ചേർക്കാം. ഒരു ക്യാരറ്റ് അതേപോലെ കഷ്ണങ്ങളാക്കിയത് ചേർക്കാം. ഒരു പച്ചമുളക് കീറിയിടാം. നമുക്കിതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കിതൊരു 5 മിനിറ്റ് നേരം വേവിക്കാം. സവാളയും ക്യാരറ്റും വേവിക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ തണുക്കാൻ വെച്ചിരുന്ന മസാല ഒന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ നല്ല മഷി പോലെ അരച്ചെടുക്കാം. മസാല നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിരിക്കുകയാണ്. സവാള ക്യാരറ്റ് 5 മിനിറ്റ് നേരം നമ്മൾ വേവിച്ച് കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടി ആഡ് ചെയ്യാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ 1/4 കപ്പ് ചൂടുവെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. അത് ചേർത്ത് ഒരു 5 മിനിറ്റ് നേരം കൂടെ ഒന്ന് വേവിക്കാം. അപ്പോൾ ഈ മസാലയുടെയൊക്കെ പച്ചമണം അങ്ങ് മാറിക്കിട്ടും. 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 3 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർക്കാം. ചൂടുവെള്ളം ചേർത്ത ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പനീർ ക്യൂബ്സ് ആഡ് ചെയ്യാം. 200 ഗ്രാമാണ് ഇവിടെ എടുക്കുന്നത്. അതേപോലെ ഒരു ക്യാപ്സിക്കം, അതും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ ഒരു ക്യാപ്സിക്കം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇത് നമുക്ക് തിളപ്പിക്കാം. അത് മീഡിയം ഹൈ ഫ്ലെയിമിലാണ് തിളപ്പിക്കേണ്ടത്. ഒരു 15 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് തിളപ്പിക്കാം. 15 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് നോക്കാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി 5 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയത് കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഗ്രേവിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുമ്പോഴേക്കും ഗ്രേവി നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട പുഴുങ്ങിയത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മുട്ട പുഴുങ്ങിയതും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. വളരെ പതുക്കെ ഇളക്കി കൊടുക്കുക. അത് പൊട്ടാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇനി അവസാനമായിട്ട് നമുക്കിതിൽ കസൂരി മേത്തി 1/4 ടീസ്പൂണും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പനീർ എഗ് മസാല റെഡി ആയിരിക്കുകയാണ്. Please like, share, subscribe my channel. Thank you all.